ശ്രീല, ഇപ്പോ CPM-ല് കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, ആലപ്പുഴ തുടങ്ങി ഏകദേശം എല്ലാ ജില്ലകളിലും വിഭാഗീയത സജീവമായിരിക്കുകയാണ്. CPM-നെ അതൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരത് സമ്മതിച്ചില്ല, പരസ്യമായി അവരത് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും CPM-ൽ കടുത്ത ഒരു പ്രതിസന്ധിയെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ബിപിൻ സി ബാബു ഇപ്പോൾ BJP-യിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബിപിൻ സി ബാബു ബി ജെ പിയിലേക്ക് ചേർന്നതോടെ CPM ആഘോഷിക്കുന്നു, കേക്ക് കട്ട് ചെയ്തൊക്കെ ആഘോഷിക്കുകയാണ്. കാരണം ഇദ്ദേഹം പോയത് അവർക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകത്തിന്റെ ഭാഗമായി ആഘോഷങ്ങൾ നടക്കുകയാണ്. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ ഉള്ള അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചില ആരോപണങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. അത് CPM-ന്റെ ഒരു രീതിയാണ്. അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ സംരക്ഷിക്കപ്പെടുകയും അതിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആരോപണങ്ങൾ തീർത്ത് കളയുക എന്നുള്ള ഒരു രീതിയും. അപ്പൊ ഈ ആരോപണങ്ങളിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ അവർ എന്താണ് ഇതിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ പ്രീത, കേരളത്തിലുടനീളം CPM വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ സമ്മേളനങ്ങൾ പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ചിലരെ പൂട്ടിയിടുന്നതടക്കമുള്ള സമ്മേളനങ്ങളിൽ നടക്കുന്ന കോലാഹലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കണ്ണിന് കണ്ടതാണ്. അത് റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമ പ്രവർത്തകരെ അടിച്ച് അവശരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. CPM-ന് ഈ പ്രതിസന്ധി ആദ്യമൊന്നുമല്ല. ഇത് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ഒളിഞ്ഞും തെളിഞ്ഞും ഇവരുടെ ഗ്രൂപ്പിസവും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. BJP-യിൽ ഇപ്പോഴാണ് പരസ്യമായെങ്കിലും ആരെങ്കിലും ഒക്കെ പറയാൻ തയ്യാറാകുന്നതെങ്കിൽ നേരത്തെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ പരസ്പരം അവരുടെ വിയോജിപ്പുകൾ പലപ്പോഴും പ്രകടമാക്കിക്കൊണ്ട് CPM-ൽ പുറത്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഇടതുമുന്നണിക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം, പല രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ച അതിന് സെപ്പറേറ്റ് ആയി തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലെ പ്രബലരായ ചില വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ, ക്രിസ്ത്യൻ, മുസ്ലിം, രണ്ട് പ്രബല വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ വിഭാഗങ്ങളുടെ വോട്ടിന് വേണ്ടിയാണ് എല്ലാ കാലത്തും അവരുടെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ഏകീകൃത രൂപമുള്ള വോട്ടുകളാണ്. ഹിന്ദുക്കളുടെ വോട്ടുകൾ പോലെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ പോലെ ഭിന്നിച്ചു കിടക്കുന്ന വോട്ടുകളല്ല. അത്തരത്തിൽ ഭിന്നിപ്പ് അവിടെ സാധ്യവുമല്ല. അവരുടെ ന്യൂനപക്ഷ ഏകീകരണം കൊണ്ട് തന്നെ പലപ്പോഴും ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും തന്നോടൊപ്പം നിർത്തുക എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഗിമ്മിക്കുകൾ പലപ്പോഴും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇവിടെ ചില പ്രകടമായ രാഷ്ട്രീയ സമവാക്യ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അടക്കമുള്ളവർ BJP-യോട് ഉണ്ടായിരുന്ന എതിർപ്പ് മാറ്റിക്കൊണ്ട് BJP-യോട് അടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടതു വലതു വിഭാഗങ്ങൾ നേരെ മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോഴുള്ളത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. ആലപ്പുഴയിലെ CPM-ലെ വിഭാഗീയത ഇപ്പോൾ തുടങ്ങിയതല്ല. പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രഗത്ഭനായ CPM-ന്റെ നേതാവായ സുധാകരനെ അടക്കം ഒതുക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ വിഭാഗീയത ഇപ്പോഴുണ്ടായതല്ല. ഇതിനു മുമ്പ് VS-മായി ബന്ധപ്പെട്ട് ആ സമയത്തും ഇതേ തരത്തിലുള്ള വിഭാഗീയതകൾ നിലനിന്നിരുന്നു. വിഭാഗീയതയുടെ ഈറ്റില്ലം എന്ന് പോലും പറയാൻ കഴിയുന്ന സ്ഥലമാണോ ആലപ്പുഴ എന്ന തരത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അത്തരം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്, ഇപ്പോൾ കായംകുളം പോലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ബിപിൻ സി ബാബുവിന്റെ BJP-യിലേക്കുള്ള പ്രവേശനം. ഇതിപ്പോ ബിപിൻ സി ബാബുവിന്റെ BJP-യിലുള്ള പ്രവേശനവുമായി അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്താൽ പുറത്തു വരുന്ന വാർത്തകൾ, ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് പരസ്ത്രീ ബന്ധമടക്കം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, ഒരു കുടുംബ പ്രശ്നമാണ് പരസ്ത്രീ ബന്ധം എന്ന ആരോപണത്തിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടാവുകയും അത്തരത്തിൽ CPM ചില നിലപാടുകൾ എതിർഭാഗത്തുള്ള ആളുമായി ബന്ധപ്പെട്ടെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. എപ്പോഴും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, പലപ്പോഴും സ്ത്രീകൾ നൽകുന്ന പരാതിക്ക് പാർട്ടികളൊക്കെ മുൻതൂക്കം നൽകാറുമുണ്ട്. മാത്രമല്ല, ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മറ്റു മതസ്ഥയായ ഒരാളായിരുന്നു ഈ ബിപിൻ സി ബാബുവിന്റെ വിവാഹം കഴിച്ചിരുന്ന ഭാര്യ എന്നാണ് മനസ്സിലാക്കുന്നത്. അവരും ഒരു അഭിഭാഷകയായിരുന്നു. രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അതിനുശേഷം അവരുടെ ഇടയിൽ എന്തോ ഒരു ധാരണ പിശകുണ്ടാകുകയും അവർ തമ്മിൽ തെറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പെൺകുട്ടി പരാതി നൽകിയിരുന്നു, അല്ലെങ്കിൽ പരാതി നൽകാൻ പോയിരുന്നു എന്നോ പരാതി പറഞ്ഞിരുന്നോ എന്നൊക്കെ ഇത്തരത്തിൽ നമുക്കിപ്പോൾ വ്യക്തത വരുന്നില്ല. അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. സാധാരണ കുടുംബ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പരാതികൾ പരസ്പരം ഉന്നയിക്കാറുണ്ട്. ആ പരാതികൾ ചിലർ പിൻവലിക്കാറുണ്ട്. അതായത് വിവാഹമോചന സമയത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ
നമ്മൾ പറയുകയാണെങ്കിൽ, കുടുംബവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, വിവാഹമോചന സമയത്ത് ഇത്തരത്തിലുള്ള പല പരാതികളും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപിക്കാറുണ്ട്. സ്ത്രീകളെ ആണെങ്കിൽ അത്തരത്തിൽ പരപുരുഷന്മാരുമായി ബന്ധപ്പെടുത്തിയോ ഒക്കെ ആരോപിക്കുമ്പോൾ പുരുഷന്മാരെ പീഡനം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത്. ഇത് സ്വാഭാവികമായും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ ആകുമ്പോൾ അത് ഒന്നുകിൽ പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇനി അതിനും അപ്പുറം പോവുകയാണെങ്കിൽ കോടതിയിലേക്ക് നമുക്ക് സാധാരണഗതിയിൽ ഈ അടിപിടി വഴക്കുകളല്ല കോംപ്രമൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ അല്ലാത്ത വലിയ പ്രശ്നങ്ങളില്ലാത്ത കാര്യമാണെങ്കിൽ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി ഒരു പാർട്ടിക്ക് ഇടപെടാനൊക്കെ പരിധിയുണ്ട്. അടിപിടി വഴക്കാണെങ്കിൽ അത് കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. നോക്കൂ, ഇവിടെ കോടതിയിലേക്ക് പോയ സാഹചര്യമുണ്ടോ, ഇത് ഒത്തുതീർപ്പാക്കിയതാണോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. ഇവിടെ ഇനി അഥവാ കോടതിയിലേക്ക്, സാധാരണഗതിയിൽ ഈ CPM-ന് കോടതികളെ വിശ്വാസമില്ലാത്ത അവസ്ഥയാണല്ലോ ഉള്ളത്. അവർക്ക് സ്വന്തമായി പാർട്ടി കോടതികളും അവർ തീർപ്പാക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ബിപിൻ ബാബുവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഭാര്യയെയും, മുൻ ഭാര്യയാണോ ഇപ്പൊ ഇതിൽ വ്യക്തത പോലും, അവരെയും കൂടി കൂട്ടി ഇണക്കി ചേർത്തുകൊണ്ട് കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷം നടത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെ കുടുംബ പ്രശ്നത്തിൽ പാർട്ടി ഇടപെടണോ എന്നുള്ള കാര്യം മറ്റൊരു പ്രധാന വിഷയമാണ്. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നീതി തേടി കോടതിയിലേക്കാണ് പോകേണ്ടത്. അത്തരം നീതി തേടി കോടതിയിലേക്ക് പോകാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എത്രമാത്രം സാങ്കേതികത്വമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അതിലൊരു എത്തിക്സ് ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ അത്തരത്തിലുള്ള എത്തിക്സ് ഇല്ലാത്ത പ്രവൃത്തികൾക്കെതിരായിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് കുടുംബപരമായ വിഷയം ഉണ്ടാകുമ്പോൾ, കുടുംബപരമായ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാന്യമായി അത് പിരിയുന്നതാണ് എപ്പോഴും മാന്യത എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി സ്വത്തിനോ, അല്ലെങ്കിൽ ചിലരങ്ങനെയാണ്, സ്വത്തിന് വേണ്ടിയാണ് ഇപ്പോ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡന പരാതികളൊക്കെ ഒത്തിരി കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങളിൽ ഒന്ന് ഗാർഹിക പീഡന നിരോധന നിയമമാണെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. കാരണം പല പുരുഷന്മാരെ കുറിച്ചും പല സ്ത്രീകളെ കുറിച്ചും, സ്ത്രീകളാണ് പൊതുവെ ഈ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത്, പല പുരുഷന്മാരെ കുറിച്ചും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുകയും അവസാനം കോടതിയിൽ കേസ് സെറ്റിലാകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ ഒത്തുതീർപ്പാവുകയും ചെയ്ത സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പരാതികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും. അങ്ങനത്തെ ചില കേസുകൾ എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് കോടതിയിലേക്ക് പോകേണ്ടതിന് പകരം എന്തിനാണ് പാർട്ടി അത് ഒത്തുതീർപ്പാക്കിയത്, എന്തുകൊണ്ടാണ് പാർട്ടി അയാളെ സംരക്ഷിച്ചതെന്നൊക്കെയുള്ള ചോദ്യമില്ലേ. ഇപ്പോൾ അയാൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ മാത്രം അയാൾ മോശക്കാരനാവുകയും പാർട്ടിയിൽ നിൽക്കുമ്പോൾ അയാൾ മോശക്കാരനല്ലാതിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തെ കുറിച്ച് നമ്മൾ കൂടി ചർച്ച ചെയ്യണം. പലപ്പോഴും പാർട്ടി വിട്ടു പോകുമ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. നോക്കൂ, ഇവിടെ സന്ദീപ് വാര്യർ BJP വിട്ടുപോയി. BJP വിട്ടുപോയപ്പോഴും സന്ദീപ് വാര്യരെ കുറിച്ച് ഒരു ആരോപണവും BJP പറഞ്ഞില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നടപടിയെടുത്തു, എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന വിഷയത്തിലൊന്നും സുരേന്ദ്രൻ ഏറ്റവും മാന്യമായി ഡീൽ ചെയ്തു. ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല, എന്തിനാണ് പുറത്താക്കിയത് എന്നാണ്. അതും പുറത്താക്കിയ സാഹചര്യം സന്ദീപ് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു തന്നെ മാറ്റി നിർത്താനുള്ള സാഹചര്യം സന്ദീപ് വിശദീകരിച്ച ചില കാര്യങ്ങൾ ഒരിക്കലും യുക്തിക്ക് നിരക്കുന്നതോ സന്ദീപുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നതോ അല്ല. അത്തരം ഒരു യുക്തിയല്ല. താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് തന്നെ അത്തരത്തിൽ മാറ്റി നിർത്തിയതെന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു വിഷയം മാധ്യമപ്രവർത്തകരടക്കം ഉന്നയിച്ചപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞത്. അതൊരു വളരെ പക്വതയുള്ള, മാന്യതയുള്ള ഒരു നിലപാടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിഷയത്തിൽ സുരേന്ദ്രൻ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായിരിക്കാം ഒരു രാഷ്ട്രീയ മര്യാദ. ഒരാളുടെ കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരാളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വിഷയങ്ങളോ പരസ്പരം ഉന്നയിക്കുന്ന ഒരു മാന്യതയല്ല എന്ന് തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഏത് രാഷ്ട്രീയ വിഷയമാണെങ്കിലും. ഇവിടെ ആ പെൺകുട്ടിയെ കൂടി കരുവാക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെ കൂടി വെച്ച് കേക്ക് മുറിക്കുന്നതിനെ ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ വേർപിരിയാനോ അല്ല ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയതെന്ന് എനിക്ക് അറിയില്ല പാർട്ടി. ഇനിയും അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്. അതിനോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇനിയിപ്പോ സംസാരിച്ചാൽ അത് സത്യം പറയുമ്പോൾ നമുക്ക് അറിയില്ല, നമ്മളോട് പറയുമ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നൊക്കെ അറിയില്ല. കാരണം ഞാനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനുഭാവി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് പറയാനുള്ള സാധ്യതകൾ കുറവാകും. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത്രയും കാലം നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും. കാരണം വ്യക്തിപരമായ അടുപ്പമുണ്ടെങ്കിലും എപ്പോഴും ഈ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഏത് സമയത്തും വിളിച്ചുകൊണ്ടിരുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു വിവാഹവും വിവാഹമോചനവും ഒക്കെ ഒരാളുടെ തികച്ചും ഒരു ഏറ്റവും വ്യക്തിപരമായ വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഒരു വിവാഹവും ആ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗാർഹിക പീഡനവും അതിനുശേഷം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും പിന്നീട് വിവാഹം വേർപെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യക്തമായി തന്നെ ടി സിദ്ദിഖ് അടക്കമുള്ളവരുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ടി സിദ്ദിഖിന്റെ ഭാര്യ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ ആ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവർക്കൊന്നും ഇല്ലാത്തൊരു കുഴപ്പം വിപിൻ സി മാത്യുവിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലൊരു കുഴപ്പം വിപിന് മാത്രമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരാളെ മാത്രം തകർക്കാനായുള്ള കാര്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഏറ്റവും ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പോലീസിൽ കംപ്ലൈന്റുമായി ഒക്കെ വന്നത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യയാണ്. അപ്പോൾ അത് പരിഗണിക്കാതിരിക്കുകയും മുഖ്യമന്ത്രിയുടെ തന്നെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്ത സാഹചര്യം ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എനിക്കറിയില്ല. കുടുംബമാകുമ്പോൾ നമ്മളിപ്പോ രണ്ടുപേർ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് യോജിക്കുന്നവരും ചിലപ്പോൾ നന്നായി യോജിക്കുന്നവരെ കിട്ടും, ചിലപ്പോൾ യോജിക്കാത്തവരെ കിട്ടും. അവിടെ യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരമാവധി വിട്ടുപോകാൻ കഴിയുമെങ്കിൽ പരസ്പരം മാറ്റി വിട്ടുപോകുന്നു എന്നുള്ളതാണ് അതിന്റെ മാന്യത. അവിടെ അടിയും പിടിയും വഴക്കമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജീവിതകാലം മുഴുവൻ പ്രശ്നമുണ്ടാക്കി തുടരുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അതൊരു വൈരാഗ്യമായി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്നതും ഒരു എത്തിക്സിന്റെ ഭാഗമല്ല. രണ്ടുപേർ ഒരുമിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നു, ഒരുമിച്ച് ചേരുന്നു, അതിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു, രണ്ടുപേരുടെ പറ്റുന്നില്ലെങ്കിൽ രണ്ടുപേരുടെ വഴിക്ക് പോകുക എന്നുള്ളതാണ് മാന്യത. അവിടെയാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ദീർഘകാലം ശത്രുക്കളായിരിക്കണമെന്ന് പോലും ചിന്തിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്ന ഒരാളല്ല. ആ ഒരു വിവാഹബന്ധം തകർന്നു എന്നുള്ളതുകൊണ്ട് എന്തിനാണ് ദീർഘകാല ശത്രുക്കളെ പോലെ പെരുമാറുന്നത്? അതിന്റെയും ആവശ്യമില്ലല്ലോ. ഇവിടെ ഇപ്പോ ബിബിനെതിരെ ഉപയോഗിക്കപ്പെടുന്ന ആയുധം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബിബിനെ ആശ്വസിക്കാം, ഏതായാലും ഇന്നോവ ഇതുവരെ തിരിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആശ്വസിക്കാം. BJP-യിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് ഇന്നോവ തിരിയാത്തത്. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെ സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നോവ തിരിയാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ് ബിബിൻ. കാരണം ബിബിൻ വളരെ ചെറുപ്പം മുതൽ, ഏതാണ്ട് 32 വയസ്സിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയ ആളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള, അത് മാത്രമല്ല പലരും ബിബിനെ പറ്റി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു CPM നേതാവായിരുന്നു. വളരെ കൃത്യമായി തന്നെ നിലപാടെടുക്കാൻ കഴിയുന്ന, വളരെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കേരളത്തിലുടനീളം CPM-ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അസ്വസ്ഥരാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ അത് പലതരത്തിൽ പ്രതിഫലിപ്പിക്കും. പിന്നെ ഇപ്പോ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറ്റത്തിന്റെ ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഇന്ന് ഒരു പാർട്ടിയിലുള്ളവർ നാളെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു, മറ്റൊരു പാർട്ടിയിൽ നിന്ന് വരുന്നവരെ മാലയിട്ട് സ്വീകരിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവരും അവിടെ നിൽക്കുന്നവരെയും ഒക്കെ സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇതൊക്കെ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ പെട്ടെന്നൊരു കൂറുമാറ്റമോ കാലുമാറ്റമോ ഒന്നും സാധ്യമായിരുന്ന സ്ഥലമല്ല. പക്ഷെ ഇപ്പോ അത്തരത്തിൽ വലിയ രീതിയിലുള്ള കാലുമാറ്റമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏതായാലും ഇതിനെ ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ ആക്രമിക്കണോ, പാർട്ടി വിട്ടു പോകുന്ന ഒരാളെ എങ്ങനെ ആക്രമിക്കണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും.